നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ഒഡീസിയസ്. ഒഡീസിയസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ്. ഇനി നിർമ്മിച്ച കമ്പനി ഏതാണ്? ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ്. ഏതാണ്? ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ്. ഏതാണ് നിർമ്മിച്ച കമ്പനി? ഏതാണ്? ഇൻറ്റ്യൂട്ടീവ് മെഷീൻ. നോവ സീ ലാൻഡറാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത്. നോവ സീ ലാൻഡർ, ആ ഒരു പേടകത്തിൻ്റെ പേരാണ് കേട്ടോ, നോവ സീ ലാൻഡർ. ആ ഒരു ഇറങ്ങിയ പേടകത്തിൻ്റെ പേരെന്താണ്? നോവ സീ ലാൻഡർ. ഈ നോവ സീ ലാൻഡർ പേടകമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പറന്നുയർന്നതാണോ? ഇല്ല, അതിനൊരു റോക്കറ്റ് വേണം അല്ലേ? വിക്ഷേപണ റോക്കറ്റ് ഏതാണ്? അത് ഫാൽക്കൺ 9. ഈ ഒരു പേര് PSC പഠിക്കുന്ന പലരും കേട്ടിട്ടുണ്ടാവും, ഫാൽക്കൺ 9 റോക്കറ്റ്. ഈ ഫാൽക്കൺ 9 റോക്കറ്റ് ഉണ്ടാക്കിയ ആളാരാണ്? അത് സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇലോൺ മസ്ക്. സ്പേസ് എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മളുടെ ഫാൽക്കൺ 9 എന്ന് പറഞ്ഞൊരു റോക്കറ്റ്. വളരെ ഹെവി ആയിട്ടുള്ളൊരു റോക്കറ്റാണ്. ആ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയ കമ്പനി ഏതാണടേ? അത് സ്പേസ് എക്സ് ആണ്. ഏതാണ്? സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി ആരുടെയാണ്? അത് ഇലോൺ മസ്കിൻ്റെ ആണ് ഇല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് അല്ലേ ഇലോൺ മസ്ക്. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ChatGPTയുടെയും ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ഇലോൺ മസ്ക് ഇല്ലേ? അപ്പോൾ അങ്ങനെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയൊരു വിക്ഷേപണ റോക്കറ്റാണ് ഏത്? അത് ഫാൽക്കൺ 9. ഫാൽക്കൺ 9. ഫാൽക്കൺ 9ൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഒരു PSC ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. കുറച്ച് നാൾ മുമ്പ് വരെ 43 റോക്കറ്റ് വിട്ട് നമ്മുടെ ISR ആയിരുന്നു അല്ലേ? അപ്പോൾ ഫാൽക്കൺ 9 60 റോക്കറ്റ്, 60 സാറ്റലൈറ്റ്സ്. ഒറ്റയടിക്ക് 60 സാറ്റലൈറ്റ്സ് നമ്മളുടെ വിക്ഷേപണ തലത്തിലേക്ക് എത്തിച്ച ഒരു റോക്കറ്റും കൂടിയാണ് ആര്? ഫാൽക്കൺ 9. ഫാൽക്കൺ 9 നിർമ്മിച്ച കമ്പനി സ്പേസ് എക്സ് ആണ്. ഇലോൺ മസ്ക് ആണ് നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥൻ. ഇനി നമ്മുടെ പേര് പറഞ്ഞു അല്ലേ, നോവ സീ ലാൻഡറാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഈ ഒരു നോവ സീ ലാൻഡറിൻ്റെ അല്ലെങ്കിൽ ഒഡീസിയസിൽ എത്ര പേലോഡുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 പേലോഡുകളാണ്. എത്ര പേലോഡുകളുണ്ട്? ഒഡീസിയസിൽ 6 പേലോഡുകളുണ്ട്. അപ്പോൾ ഒഡീസിയസിൽ എത്ര പേലോഡുകളുണ്ട്? 6 പേലോഡുകളുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് 1972 അമേരിക്ക അപ്പോളോ ദൗത്യം നടക്കുന്നത്. ഈ അപ്പോളോ ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോളോ ദൗത്യത്തിലാണ് അമേരിക്ക അല്ലെങ്കിൽ US ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചത് അല്ലേ? അപ്പോൾ അതിനുശേഷം എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും, അതായത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 1972 ശേഷം എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് വീണ്ടും ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ കഴിഞ്ഞില്ല ഇല്ലേ? അതായത് ചന്ദ്രനിൽ എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചന്ദ്രോപരിതലത്തിലേക്ക് ഒരു ലാൻഡർ എത്തിക്കുന്ന ഒരു ദൗത്യം 1972 ഇതിനു മുമ്പ് അമേരിക്ക നടത്തിയത്. ആ ദൗത്യത്തിൻ്റെ പേരെന്താണോ? അപ്പോളോ 17 ഇല്ലേ? അപ്പോളോ 17 അന്ന് ചന്ദ്രനിൽ ഇറങ്ങി എന്ന് പറയപ്പെടുന്ന ആ ഒരു പിക്ചറാണിത് അല്ലേ? അപ്പോൾ അതിനുശേഷം ഇത്രയും കൊല്ലങ്ങളായിട്ടും എന്തുകൊണ്ട് ഒരു ലാൻഡർ ഇറക്കുമ്പോൾ തന്നെ, കാരണം നമ്മളിപ്പോൾ ഈ ഇറക്കിയ നമ്മുടെ കമ്പനി ഉണ്ടല്ലോ, അതായത് നോവ സീ ലാൻഡർ എന്ന് പറഞ്ഞാൽ പേടകം അവിടെ ഇറങ്ങിയപ്പോഴും ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴും തന്നെ അതിൻ്റെ പ്രൊപ്പല്ലറിൽ ലീക്ക് ഉണ്ടാവുകയും അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഒരു പേടകം ഇറക്കാൻ തന്നെ ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ അപ്പോളോ 1972 ചന്ദ്രനിൽ ഇറങ്ങി എന്നാണ് പറയുന്നത്, അപ്പോളോ 17. 2024 നാസ മറ്റൊരു പരീക്ഷണം നടത്തിയിരുന്നു. ഇതിപ്പോൾ സ്വകാര്യ പരീക്ഷണമാണല്ലേ നടത്തിയത്. അത് സക്സസ്ഫുൾ ആയിരുന്നു, ഇറക്കാൻ പറ്റി. നോവ സീ ലാൻഡർ ഇറക്കാൻ പറ്റിയിരുന്നെങ്കിലും നാസ സ്വന്തമായിട്ടൊരു പരീക്ഷണം നടത്തിയിരുന്നു. അതിൻ്റെ പേരാണ് പെരിഗ്രീൻ. പെരിഗ്രീൻ ചാന്ദ്ര ദൗത്യം നടത്തിയിരുന്നു. പക്ഷേ അത് അൺസക്സസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ പ്രൊപ്പല്ലേഴ്സും ലീക്കാവുകയും അവിടെ വെച്ച് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുകയും അവിടെ വന്ന് തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ് നാസ നടത്തിയ പെരിഗ്രീൻ ചാന്ദ്ര ദൗത്യം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റണിൽ ഇന്ത്യൻ വനിതാ വിപ്ലവം. ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ
ഇന്ത്യ ചരിത്രത്തിലാദ്യമായിട്ട് സ്വർണ്ണ നേട്ടം സ്വന്തമാക്കി. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ നമ്മുടെ ഇന്ത്യക്ക് ഒരു മെഡലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണം നേടുന്നത്. ഓക്കെ, മലേഷ്യയിലെ ഷാ ആലം, എവിടെ വെച്ചാണ് നടന്നത്? മലേഷ്യയിലെ ഷാ ആലമിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫൈനൽ നടന്നത്. എന്നാണ്? നമ്മുടെ മലേഷ്യയിലെ ഷാ ആലമിൽ വെച്ചിട്ട്. ഇനി ഏത് രാജ്യത്തെയാണ് തോൽപ്പിച്ചത്? തായ്ലൻഡിനെ 3-2 തോൽപ്പിച്ചത്. അപ്പോൾ ഫൈനലിൽ ആരാണ് ഇന്ത്യക്കെതിരെ വന്നത് എന്നുള്ള കാര്യവും ഓർക്കാം. ഓക്കെ, അപ്പോൾ വനിതാ ടീമിന് എന്ത് മെഡലാണ് നേടിയത്? സ്വർണ്ണ മെഡലാണ് കിട്ടിയത്. ഇന്ത്യൻ വനിതാ ടീം തോൽപ്പിച്ചത് ആരെയാണ്? നമ്മുടെ തായ്ലൻഡിനെയാണ്. ആദ്യമായിട്ടാണ് ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഇനി ആരൊക്കെ ഉണ്ടായിരുന്നു? ഒളിമ്പിക് ജേതാവായിട്ടുള്ള PV സിന്ധു. ഓക്കെ, ആരുടെ നേതൃത്വത്തിലാണ്? ഒളിമ്പിക് ജേതാവായിട്ടുള്ള PV സിന്ധുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഈ ഒരു ഗോൾഡ് മെഡൽ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ആ കൂട്ടത്തിൽ ഒരു മലയാളിയുണ്ട് അല്ലേ, ട്രീസ ജോളി. അപ്പോൾ ട്രീസ ജോളി എന്തിലാണ് പ്രശസ്ത എന്ന് ചോദിക്കാം അല്ലേ? ബാഡ്മിൻ്റൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒളിമ്പിക് സംഘത്തിൽ അല്ലെങ്കിൽ ആ ഒളിമ്പിക് ജേതാവായിട്ടുള്ള PV സിന്ധുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബാഡ്മിൻ്റൺ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അതാരാടെ? അത് ട്രീസ ജോളിയാണ്. ഓക്കെ, അപ്പോൾ ട്രീസ ജോളി എന്തിൽ പ്രശസ്തയാണ് എന്ന ക്വസ്റ്റ്യൻ എന്ത് പറയാം? ട്രീസ ജോളി പ്രശസ്തയായിട്ടുള്ളത് ബാഡ്മിൻ്റണിലാണ്. ഓക്കെ, ബാഡ്മിൻ്റണിലാണ് ട്രീസ ജോളി. മലയാളിയാണ്. ഈ ഒരു സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇതിനു മുമ്പ് നമ്മുടെ ബാഡ്മിൻ്റൻ്റെ പുരുഷ ടീം 2 വട്ടം വെങ്കല മെഡൽ നേടിയിട്ടുള്ളതാണ് നമ്മുടെ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം മാനേജ്മെൻറ്റിൽ ഏറ്റവും ഉയർന്ന നേട്ടം. ഇതിനു മുമ്പ് നമ്മുടെ പുരുഷന്മാരുടെ ടീം 2 തവണ വെങ്കല മെഡൽ വരെ എത്തിയിട്ടുണ്ട്. അതാണ് ഇതുവരെ ടീം ചാമ്പ്യൻഷിപ്പ് ബാഡ്മിൻ്റണിൽ ഇന്ത്യ നേടിയ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ വുമൺസിന് ഇപ്പോൾ ഒരു ഗോൾഡ് കിട്ടിയത് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു നേട്ടമാണ്. ട്രീസ ജോളി എന്ന മലയാളിയെ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒളിമ്പ്യൻ ആയിട്ടുള്ള PV സിന്ധു. ഓക്കെ, PV സിന്ധു 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ട് അല്ലേ? 1 തവണ വെള്ളി മെഡലും 1 തവണ വെങ്കല മെഡലും നേടിയ ആളാണ് PV സിന്ധു ഒളിമ്പിക്സിൽ അല്ലേ? അപ്പോൾ ഒളിമ്പിക്സിൽ 2 തവണ മെഡൽ നേടിയ PV സിന്ധുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ, ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത്. അടുത്തത് ഫാലി എസ് നരിമാൻ. സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകനായ ഫാലി എസ് നരിമാൻ 95 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? സുപ്രീം കോടതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തനായ ഒരു അഭിഭാഷകനായിരുന്നു, ഒരു വക്കീലായിരുന്നു ഫാലി എസ് നരിമാൻ. 1950 ബോംബെ ഹൈക്കോർട്ടിൽ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതം തുടങ്ങുന്നത്. അദ്ദേഹത്തിന് 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും ലഭിച്ചു. 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ശ്രദ്ധിച്ചോളൂ. ബിഫോർ മെമ്മറി ഫെയ്ഡഡ്. ഓക്കെ, മെമ്മറി മാഞ്ഞു പോകുന്നതിന് മുമ്പ്, ബിഫോർ മെമ്മറി ഫെയ്ഡഡ്, ഓർമ്മ മായുന്നതിന് മുൻപേ എന്ന ആത്മകഥ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആത്മകഥയാണ് എന്താണ്? ബിഫോർ മെമ്മറി ഫെയ്ഡഡ്, ഓർമ്മ മറയുന്നതിന് മുമ്പേ. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോർട്ട്. ഏതൊക്കെയാണ്? ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ മറന്നു പോയത് എന്താണ്? ബിഫോർ മെമ്മറി ഫെയ്ഡഡ്, ഓർമ്മ മറയുന്നതിന് മുമ്പ് എന്ന ആ ഒരു പുസ്തകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട്. ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിനെ ഇനി ഈശ്വരൻ തന്നെ രക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നരിമാൻ ഈ അടുത്ത് അന്തരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബുക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.